ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2-3 ദിവസങ്ങളായി എന്ത് എഴുതണം എന്ത് പറയണമെന്നറിയാതെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ഒരു സമയമാണ്. നമ്മളെന്നല്ല എല്ലാവരും, അധികം ആൾക്കാരല്ലേ, വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ ഇന്നലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ 3 കുട്ടികൾ മരണപ്പെട്ട വാർത്ത അറിഞ്ഞിരുന്നു. അതായത് ഹൗസ് മെയ്ഡ്, അതായത് അവിടുത്തെ ജോലിക്കാരും 4 പേരാണ് മരിച്ചത്. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത കൂടി ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ ഒരു കുട്ടിയും കൂടി മരണപ്പെട്ടു. അവസാനത്തെ ആ ചെറിയൊരു കുഞ്ഞ് അത് ജീവിക്കുമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. 2 കുഞ്ഞെങ്കിലും ബാക്കിയായി എന്നിട്ടൊരു ആശ്വാസം കണ്ടെത്താം. പക്ഷേ ആ ഒരു മരണ വാർത്തയും കൂടി ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഡ്രൈവർ പാകിസ്ഥാനാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വിഷമമെന്ന് പറയുമ്പോൾ ഞാൻ ഈ വാർത്ത അവന് പറഞ്ഞു കൊടുത്തപ്പോൾ അവനും ഒരു തരിപ്പ്, അതായത് പെട്ടെന്ന് അവനും ഷോക്കായിട്ട് ഒന്നും പറയാതെ കണ്ണിന്ന് അവൻ്റെ കുട്ടികൾ ഓർത്തായിരിക്കും, വല്ലാത്തൊരു ഷോക്കായിപ്പോയി ഇത് കേട്ടിട്ട്. ആ മാതാപിതാക്കൾ ഓർത്ത് ഇവൻ്റെ കാര്യമല്ല, നമ്മളെ മൊത്തം UAE തന്നെ 2-3 ദിവസം എല്ലാ രാജ്യക്കാരും ഈ വാർത്ത അറിഞ്ഞ് എല്ലാവരും മനസ്സുവല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഞാനിങ്ങനെ വിഷമത്തിലിരിക്കുമ്പോൾ ഇന്ന് MM അക്ബർ സാഹിബ്, നമുക്കറിയാം MM അക്ബർ സാഹിബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ വല്ലാത്ത മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. MM അക്ബറിൻ്റെ ആ ഒരു കുറിപ്പ് വായിച്ചപ്പോൾ വല്ലാത്ത ഒരു സമാധാനമാണ് മനസ്സിൽ വന്നത്. ഞാനും സമാധാനം, ഞാൻ എൻ്റെ അറിവ് പോലുള്ള കുട്ടികൾ, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ഒരു വാർത്തയിൽ ഞെട്ടൽ മനസ്സിന് വല്ലാത്ത സമാധാനം ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് എത്ര അവർ ആഗ്രഹിക്കുന്നുണ്ട് സമാധാന വാക്കുകൾ. അത് MM അക്ബർ എഴുതിയത് ഇങ്ങനെയായിരുന്നു. ആ 2 കുട്ടികൾ അബു ഹസൻ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ 2 കുട്ടികളും മരണപ്പെട്ടു, എനിക്ക് എന്തെങ്കിലും ആശ്വാസ വാക്കുകളുണ്ടോ, നബി വചനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ, ആ 2 കുട്ടികളും സ്വർഗത്തിലെ ദാമീസുകളാണ്. അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ വസ്ത്രം ഇങ്ങനെ പിടിച്ചതുപോലെ, നിങ്ങളുടെ വസ്ത്രം ഞാൻ ഇപ്പം എങ്ങനെ പിടിച്ചു, അതുപോലെ ആ 2 കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ നാളെ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ കുട്ടികൾ ഓടിപ്പോയി ഇങ്ങനെ പിടിക്കും, ഇതേപോലെ പിടിക്കും. ആ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതുവരെ ആ പിടി വിടുകയില്ല എന്ന് പറയുമ്പോൾ എത്ര ഒരു ആശ്വാസമാണ്. 4 കുട്ടികൾ ഈ മാതാപിതാക്കളെ കാത്തിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പോയി. ഇവർക്ക് സ്വർഗം കിട്ടാൻ എല്ലാ വഴികളും തുറന്നു കഴിഞ്ഞു. ഇനി ക്ഷമ മാത്രമാണ് ഈ മാതാപിതാക്കൾക്ക്, കരുത്ത് മാത്രമാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അവരുടെ ഇങ്ങനെ കൈപിടിക്കാൻ ഒരു കുട്ടിയല്ല, 4 കുട്ടികളും അള്ളാഹുവിനോട് വാശി പിടിക്കും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ എത്രമാത്രം അവർ ക്ഷമിക്കുന്നു, അത് സ്വർഗം ഉറപ്പല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് കരുത്ത് നൽകട്ടെ, മനസ്സിന് കരുത്ത് നൽകട്ടെ. ആ മാതാപിതാക്കളോടൊപ്പം ആ മക്കളെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതുമാത്രമല്ല, ഇതൊന്ന് റീകവറാവാൻ, ഈ മനസ്സിൽ നിന്ന് ആ ഒരു ദുഃഖം പോകാൻ അവർക്ക് അധിക ദിവസമൊന്നും എടുക്കില്ല, ഉറപ്പാണ്. കാരണം അള്ളാഹു അവരവർക്ക് താങ്ങുന്ന പരീക്ഷണങ്ങളല്ല, വേറൊന്നും കൊടുക്കില്ല. അവർക്ക് ആ കരുത്തുള്ളത് കൊണ്ടാണ് അള്ളാഹു അവർക്ക് അത്രയും പരീക്ഷണം കൊടുത്തത്. നമുക്കാർക്കും അറിയാം, മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാവരും മാതാപിതാക്കളും ഭാര്യയും 8-9 കുടുംബൻ, അതുപോലെ 6 മക്കളും ഒന്നിച്ചു പോയ നിങ്ങൾക്ക് നൗഫലിനെ ഞാൻ ഓർക്കുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, നൗഫൽ എങ്ങനെയാണ് ഇതിൽ റീകവർ ചെയ്യാമെന്ന്. അവിടെ ഒരു മക്കളെ പോലുള്ള ബാക്കി വെക്കാതെ കൊണ്ടുപോയപ്പോൾ ഇന്ന് അതേ നൗഫൽ അൽഹംദുലില്ലാ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ വീട് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്, ഷോപ്പ് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ 2ാമത് വിവാഹം കഴിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ആ നൗഫലിന് കഴിയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു കൊടുത്ത ആ ക്ഷമ, നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ആ കരുത്ത് ആ സഹോദരന് കിട്ടി. അവർ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വന്നു. അതാണ് ക്ഷമിക്കുന്നവരുടെ കൂടെ റബ്ബുണ്ട്. അപ്പോൾ ഇവർക്കും ക്ഷമിക്കാൻ പറ്റും. നമ്മൾ ദുആ ചെയ്യണം. ഒരുപാട് പേര് ദൈവം ഇത്ര ക്രൂരനാണോ, ദൈവം എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പരിഹസിക്കുന്ന പോസ്റ്റും കമൻറ്റും ഒക്കെ ഞാൻ വായിച്ചു. അവരോട് ഞാൻ ചോദിക്കട്ടെ, ദൈവം ക്രൂരനാണെന്ന് നിങ്ങൾ പറയുമ്പോൾ, ദൈവം ഇല്ല എന്ന് നിങ്ങളിങ്ങനെ ദൈവത്തെ കുറ്റം പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുള്ളത് വ്യക്തമായി പറഞ്ഞതാണ്, ഞാൻ ഒരു മനുഷ്യനെയും പരീക്ഷണം കൊടുക്കാതെ വിടില്ല. നിങ്ങൾക്ക് ഭയം, പട്ടിണി, അതുപോലെ ധനനഷ്ടം, വിഭവനഷ്ടം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ഈ ദുനിയാവ് സജീവം വഞ്ചനയും അല്ലാതെ, അലങ്കാരം പെരുമ നടിക്കലൊന്നും അല്ലാതെ വേറെ ഒന്നും അല്ല എന്നാണ് ഈ ദുനിയാവിന് അള്ളാഹു പരിചയപ്പെടുത്തത്. ഏതു സമയത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പോകേണ്ടവരാണെന്നാണ് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തിയത്. ദൈവമില്ല, ദൈവം ക്രൂരനാണെന്ന് ഇന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ മരണപ്പെട്ടവർക്ക് ഇനി എന്ത് നീതിയാണ് കിട്ടുക, എന്ത് ന്യായമാണ് കിട്ടുക, എന്ത് മാതാപിതാക്കൾ, എന്ത് ആശ്വാസവാക്കാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട് കിട്ടുക? അല്ല. അൽഹംദുലില്ലാ, വി ആർ മുസ്ലിം. അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരു
ഒരിക്കലും ടെൻഷനും ബേജാറും ആവില്ല ആര് മരണപ്പെട്ടാലും. കാരണം നമുക്ക് ഇനിയുള്ളതാണ് ലോകം, ഇനി വരുന്നതാണ് യഥാർത്ഥം, അവിടെയാണ് മരണമില്ലാത്ത ജീവിതം. അത് അള്ള പറഞ്ഞതാണ്. ഇനി മാതാപിതാക്കളും അവർക്കും ആശ്വാസമല്ലേ, നാളെ മക്കൾ അവിടെ കാക്കുന്ന സ്വർഗത്തിലേക്ക് ജീവിതം, ഇവിടെയല്ല അവിടെ ഒരുപാട് കാലം മരണമില്ലാത്ത ജീവിതം, എൻ്റെ മക്കളോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ആശ്വാസവാക്കല്ലേ. ഇതിലൂടെ അള്ളാഹു അവർക്ക് നൽകുന്ന ആശ്വാസം അതാണ്. ആ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സമാധാനം. അതല്ലാതെ ലോകത്ത് എന്തിനും ഒരാൾക്കും അവർക്ക് സമാധാനത്തിൻ്റെ വാക്കുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട്. അല്ലാതെ ദൈവം ക്രൂരനെന്ന് പറയുന്നവർക്ക് ഒരിക്കലും ലൈഫിൽ സമാധാനം കിട്ടില്ല. അവരും മരിക്കാനുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരും അവരുടെ മക്കളും നമ്മളുടെ മക്കളും ഒക്കെ മരിച്ചു പോകേണ്ട. അങ്ങനെയാണ് ഈ ദുനിയാവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മൾ ചെയ്യേണ്ടത് ആ മാതാപിതാക്കൾക്ക് കരുത്ത് കൊടുക്കണേ, അവർക്ക് നീ കരുത്ത് കൊടുക്കണേ, ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കണേ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു കുറ്റവും പറയാൻ പാടില്ല. അങ്ങനെ എന്തിനു പോയി, അങ്ങനെ ചെയ്തു, ഡ്രൈവ് ചെയ്തു, ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ പറയാനേ പാടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, സംഭവിച്ചത് സംഭവിച്ചു, അത് അള്ളാഹ് കണക്കാക്കിയതാണ്. ഇനി അവർക്ക് ക്ഷമയാണ് വേണ്ടത്. ഇനി നമ്മളോടായിട്ട് ഓരോ പ്രവാസികളോടും ഞാൻ എന്നോട് തന്നെ പറയണം, നമ്മൾ 90% ആൾക്കാർ ഈ പ്രവാസ ലോകത്ത് ഡ്രൈവിംഗ് ചെയ്യുന്നവരാണ്, യാത്ര പോകുന്നവരാണ്, കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നവരാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളോടൊപ്പം പോകുമ്പോൾ, കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് മുന്നറിയിപ്പുകൾ തരുന്നു. ഉറക്കം വരുമ്പോൾ, നിങ്ങൾ രാത്രി ഉറക്കം വരുമ്പോൾ ദയവ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ തണുപ്പാണ്, യാത്ര പോകുന്ന ദൂരെ യാത്ര. ലീവ എന്ന് പറയുമ്പോൾ അബുദാബിയിൽ നിന്ന് 200 കിലോമീറ്റർ പിന്നെയും ഉണ്ട്, ദുബായിൽ നിന്നാണ് അവർ യാത്ര പോയത്. അപ്പോൾ അത്രയും ക്ഷീണിച്ചിട്ട് അവർ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാകാം, അള്ളാഹു ആലം. അപ്പോൾ നമ്മളോട് പറയാനുള്ളത്, ഇത് മുന്നറിയിപ്പാണ്, ഇത്തരം മരണങ്ങൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. ഇനിയെങ്കിലും രാത്രി യാത്ര ഒഴിവാക്കുക. നിങ്ങളിനി രാത്രി യാത്ര രാവിലെ നല്ലോണം ഉറങ്ങി, പിന്നെ അവിടെ ഉറങ്ങിയതിന് ശേഷമാണ് യാത്ര ചെയ്യേണ്ടത്. അതേ ഉറക്കമില്ലാതെ രാവിലെ 4 മണിക്ക് ബാർബിക്കൊക്കെ ചെയ്ത് അങ്ങനെ യാത്ര ചെയ്ത് വരരുത്. ഇന്നലെ തന്നെ എൻ്റെ റൂമിലുള്ള ആൾക്കാർ പറഞ്ഞു, ഞങ്ങളിവിടെ എത്തിയത് എന്തോ റബ്ബിൻ്റെ തൗഫീക്കാണ്, എനിക്കും ഉറക്കം തൂക്കിയിട്ടുണ്ട് എന്ന്. ഉറക്കം തൂക്കുമ്പോൾ ഒരു 15 മിനിറ്റ് നിങ്ങൾ ഏതോ പമ്പിൽ പോയിട്ട്, പെട്രോൾ പമ്പിൽ എവിടെ നിർത്തിയിട്ട് ഒരു 15 മിനിറ്റ് ഉറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, മുഖമൊക്കെ ഇതാക്കി കഴിയും. 15 മിനിറ്റ് ഉറങ്ങിയാൽ ആ ക്ഷീണം മാറിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ഫുള്ള് യാത്ര പോയ സ്ഥലത്ത് ഉറങ്ങിയതിന് ശേഷമായിരിക്കണം ഡ്രൈവ് ചെയ്യേണ്ടത്. ഒരിക്കലും ഈ ഉറങ്ങാതെ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാതെ ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ല. അതും നിങ്ങളുടെ കുടുംബവും കൂട്ടുകാരൊക്കെ, അത് നിങ്ങളെ പിഴവ് കൊണ്ട് അവരോടൊക്കെ മരണം സംഭവിക്കും. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ബി കെയർഫുൾ, മൊബൈൽ നോക്കാൻ പാടില്ല. അതുപോലെ ഉറക്കമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ഉറക്കത്തിൽ ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ഇനിയെങ്കിലും നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ദൂരെ യാത്ര പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറക്കമാണ് എല്ലാത്തിനും, മരണത്തിനും ഉറക്കമില്ലായ്മയുടെ കാരണമാകുന്നുണ്ട് മൊബൈലിൻ്റെ ഉപയോഗം. ഈ രണ്ടാണ് മെയിനായിട്ട് വരുന്നത്. ശ്രദ്ധിക്കണം. എത്ര മുന്നറിയിപ്പുകളാണ് ഇവിടുത്തെ പോലീസും നിയമവും തരുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.